ഇപ്പോൾ പറയുന്നു അതാ രസം. നോക്കണു അല്ല, ഇപ്പൊ പറയുന്നത് 2001 ജൂൺ 4-ാം തീയതിയിൽ മുമ്പായി മരിച്ചുപോയ എല്ലാ മുജാഹിദ് മൗലവിമാരും മുശ്രിക്കായി മരിച്ചുപോയി. മനസ്സിലായി? 2001 ജൂൺ 4-ാം തീയതിക്ക് മുമ്പായി മരിച്ചുപോയ ഉമർ മൗലവി മുശ്രിക്, KP മുഹമ്മദ് ബിൻ അഹ്മദ് മൗലവി മുശ്രിക്, MCC മൗലവിമാരൊക്കെ മുശ്രിക്, KM മൗലവി മുശ്രിക്, വക്കം മൗലവി മുശ്രിക്. തൗഹീദിലാരേ ഉള്ളൂ 2001 ജൂണിന് ശേഷമുള്ളവർ. ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു, കേട്ടോളൂ. തൗഹീദിന്റെ ഒരു പ്രധാന ഇനമായി ഗൾഫിലെ സലഫി പണ്ഡിതർ എണ്ണിപ്പറയാറുള്ള ഒന്നാണ് നാമവിശേഷണങ്ങളിലുള്ള അല്ലാഹുവിന്റെ ഏകത്വം. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം ഇക്കാലം വരെയും ഈ വിഷയം ശരിയായ രൂപത്തിൽ അതിന്റെ പ്രബോധകരെയോ പ്രവർത്തകരെയോ പഠിപ്പിച്ചിട്ടില്ല. തൗഹീദിന്റെ ശരിയായ രൂപം ഇന്ന് വരെയും അതിന്റെ പ്രബോധകരെയോ പ്രവർത്തകരെയോ ഇസ്ലാഹി പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് പിന്നെയും പറയാൻ തീർന്നില്ല. അതിന്റെ ചരിത്രത്തിൽ ഇതം പ്രഥമമായി ഈ വിഷയം പാഠശാലകളിൽ പഠിപ്പിക്കേണ്ട കാര്യമാണെന്ന് പോലും മനസ്സിലാക്കിയത് ഈയിടെ മാത്രമാണ്. 2001 ജൂൺ 4-ന് പുളിക്കൽ മദീനത്തുൽ ചേർന്ന കേരള ജംഇയ്യത്തുൽ ഉലമാ നിർവാഹക സമിതി യോഗ തീരുമാനങ്ങളിൽ 3-ാം തീരുമാനത്തിലെ ഒരു ഭാഗം ഇപ്രകാരമാണ്. കേട്ടോളി. തൗഹീദിന് റുബൂബിയ്യത്ത്, ഉലൂഹിയ്യത്ത്, അൽ-അസ്മാഉ വസ്സിഫാത്ത് എന്നിങ്ങനെയുള്ള വിഭജനം ഈ യോഗം ശരിവെക്കുകയും അത് പാഠശാലകളിൽ പഠിപ്പിക്കേണ്ടതാണെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ജംഇയ്യത്തുൽ ഉലമാ തീരുമാനങ്ങൾ പേജ് 2. 2001 ജൂൺ 4-നാണ് തൗഹീദ് പാഠശാലകളിൽ പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കും. അപ്പൊ 2001 ജൂൺ 4-ന് മുമ്പുള്ള മുജാഹിദീങ്ങളൊക്കെ എല്ലാവരും ശിർക്കിൽ അകപ്പെട്ടുപോയി, എല്ലാവരും ശിർക്കുകാരായി പോയി. 2001 ജൂൺ 4-ന് തൗഹീദ് പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നുള്ളൂ. ഇതുവരെ മരിച്ചുപോയ മൗലവിമാരൊക്കെ ശിർക്കിലായിട്ട് മരിച്ചുപോയി.